അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് GP പൈപ്പ് കൊണ്ട്. നമസ്കാരം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ വന്നത് വീട് പണിയിൽ ചെലവ് ചുരുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് ഒരു ലോ ബഡ്ജറ്റ് വീടാണ്, വളരെ ചെലവ് ചുരുക്കി നിർമ്മിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട് പണി ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. കാരണം ഇത് ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട് പണിയിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം, വീട് പണി എന്ന് പറഞ്ഞാൽ വീട് മാത്രം പോലെ വീടിൻ്റെ അകത്ത് ഫർണിച്ചർ വേണം. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ സോഫ സെറ്റ് വരും, ഡൈനിങ് ടേബിൾ വരും, ചെയർ വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഹൗസ് വാമിങ് സമയത്ത് ഗിഫ്റ്റായിട്ടേ കിട്ടും. പക്ഷേ ഞാൻ ചെയ്യുന്നത് വീട് പണി നടക്കുന്നതിന് കൂടുതൽ തന്നെ ഈ ഫർണിച്ചറൊക്കെ ഞാൻ സ്വയം നിർമ്മിക്കുകയാണ്. ഇപ്പോൾ സ്വയം നിർമ്മിക്കാൻ പറയുമ്പോൾ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് GP പൈപ്പ് നമുക്കറിയാം. GP പൈപ്പ് വന്നതോട് കൂടിയിട്ട് നമുക്ക് നിർമ്മാണ മേഖലയിൽ പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെ നിർമ്മാണ മേഖല വളരെ സിമ്പിളായിട്ട് മാറി പല കാര്യങ്ങളും. അപ്പോൾ ഈ GP പൈപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് GP പൈപ്പ് കൊണ്ട്. അപ്പോൾ അത് ഡൈനിങ് ടേബിൾ ആകാം, ചെയറാകാം, സോഫ സെറ്റ് ആകാം, അങ്ങനെ ചെറിയ ചെറിയ ടീപ്പോയി ആകാം, പലതരം കാര്യങ്ങളാകാം. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് പണി അത് പൂർത്തിയാകുമ്പോൾ ഈ ഫർണിച്ചർ എല്ലാം റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലൊക്കെ പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. GP പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഡൈനിങ് ചെയർ മാത്രം. നമുക്കറിയാം, ഈ ഡൈനിങ് ചെയറൊക്കെ നമ്മൾ പിന്നെ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി വാങ്ങുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള നല്ല മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഫർണിച്ചറിന് അതിനത്തെ എല്ലാ ഫർണിച്ചറിനും വളരെ റേറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും GP പൈപ്പ് കൊണ്ട് ഇത്തരം ഫർണിച്ചർ ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ GP പൈപ്പ് കൊണ്ടാകുമ്പോൾ വെൽഡിങ് അറിയണമല്ലോ. ഞാൻ സ്വയം നിർമ്മിക്കുന്നതുകൊണ്ട് എനിക്ക് വെൽഡിങ് അങ്ങനെ അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട് പണിയും ബന്ധപ്പെട്ട് പഠിച്ചാണ്. ഞാൻ പ്രൊഫഷണൽ വെൽഡറൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യം പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെൽഡിങ് സെറ്റ് വീട്ടിലുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ വെൽഡിങ് പിന്നെയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു വെൽഡിങ് സെറ്റ് പിന്നെ വാടകയ്ക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെൽഡറെ, അതായത് സാധാരണ ഒരു കൂലിക്ക് വെൽഡ് ചെയ്യുന്ന കുറേ ആളുകൾക്ക് നാട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ പിന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. അപ്പം ഞാൻ സ്വയം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം ലാഭമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഡൈനിങ് ചെയറിനെ കുറിച്ച് മാത്രം പറയാം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഡൈനിങ് ചെയറിലാണ്. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഡൈനിങ് ചെയറാണ്. പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇതിന് പിന്നെ കുഷ്യനൊക്കെ വരാണ്ട്. അപ്പോൾ കുഷ്യനൊക്കെ ഇട്ട ശേഷം നമ്മൾ വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഒരു പൈപ്പിനെ കുറിച്ച് പറയാം. നമ്മുടെ GP പൈപ്പാണ് ഇത്. ഇതിൻ്റെ മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നിക്കൊന്ന്, അതായത് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളത്. അതായത് 18 ഗേജാണ്. നമുക്ക് 16 ഗേജ് ഒന്നും വേണ്ട, 18 ഗേജ് മതി. അത്ര പിന്നെ വെയിറ്റ് ഒന്നും വേണ്ട നമുക്ക്. ഇത് 18 ഗേജ് ഒന്നിക്കൊന്ന്, അതായത് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയുള്ളത്. പിന്നെ ഇവിടെ ഡിസൈൻ കണ്ടല്ലോ, ഈ ഡിസൈന് ഇത് ചാരിക്ക ഡിസൈനാണ്. ഇത് അരയ്ക്ക് എനിക്ക് അരാന്ന് പറയില്ലേ, ആ ഒരു പിന്നെ പൈപ്പാണ്. അതുകൊണ്ടാണ് ഈ ഡിസൈൻ ആക്കി. ഈ ഡിസൈനിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ വീടിന്റെ പല ഭാഗത്തും ഈ ഡിസൈൻ ഉണ്ട്. കണ്ടപ്പോൾ നിങ്ങൾ ഇതിന്റെ ഹാൻഡ് റെയിലാണ്, നമ്മുടെ ബാക്കിലുള്ള ഹാൻഡ് റെയിൽ കണ്ടല്ലേ, ഇത് ആ ഡിസൈനാണ്. ബാക്കിലൊരു ഗ്രില്ല് കണ്ടല്ലോ, അതിന്റെ ബാക്കിൽ കണ്ടില്ല ആ ഗ്രില്ലിന്റെ ഡിസൈൻ കണ്ടോ, കണ്ടു അറിയില്ല.
കണ്ടില്ല ആ ബാക്കിൽ. അങ്ങനെ പല ഭാഗത്തും നമ്മൾ ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വീടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ. പല ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡിസൈൻ കൊടുത്തുള്ളത്. ഇങ്ങനത്തെ 6 ചെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 6 ചെയറിൻ്റെ ഈ ബാക്കത്തെ ഡിസൈനൊക്കെ വ്യത്യസ്തമായ ഡിസൈനാണ്. ഒരേ ഡിസൈൻ അല്ല, ഒരേ ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയാത്തല്ല, അത് വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാക്കി. അത് ഒരു വെറൈറ്റി ആയി കൊടുത്തിട്ട് വ്യത്യസ്തമായ ഡിസൈൻ ഉണ്ടാക്കി. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ്, ഈ ചായക്കട മൊത്തം ഹൈറ്റ് നമുക്ക് 1 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 1 മീറ്ററാണ്. അതിൻ്റെ ഒരു ഇരിക്കാനുള്ള ഈ ഭാഗത്തിൻ്റെ ഹൈറ്റാണ്. അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരു 40-45 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 40 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഇനി ഇതിന് മുകളിൽ ഒരു കുഷ്യൻ വരും. ഇതിൻ്റെ താഴെ ഈ ഭാഗത്ത് നമുക്ക് നിലത്തൊന്നും പിന്നെ സ്ക്രാച്ച് വിടാതിരിക്കാൻ ടോപ്പ് വരും. അപ്പോൾ ആ ടോപ്പ് കൂടി പിന്നെ വെക്കുമ്പോൾ ഒരു 44-45 സെൻറ്റിമീറ്റർ ഹൈറ്റ് അപ്പോഴാണ് വരുള്ളൂ. ഇപ്പോൾ അത് കുഷ്യൻ ഇട്ടിട്ടില്ല. കുഷ്യൻ നമ്മൾ ഇവിടെ ഇടും. പിന്നെ ഇതിൻ്റെ ഒരു വീതി പറഞ്ഞാൽ 35 വരും, 35 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മതി നമുക്ക് ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞാൽ അത് മതി. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നിർമ്മാണ രീതി പറഞ്ഞാൽ ഇതെല്ലാം വെൽഡ് ചെയ്ത് നമ്മൾ പിന്നെ ഇപ്പോൾ പുട്ടിയിട്ട് നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചു വെച്ചാണ് നമ്മളിതിൻ്റെ അവസാനം ഘട്ടത്തിൽ നമ്മളിതിൻ്റെ ഫിനിഷിങ് പെയിന്റ് അടിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുന്നത്, ഇതിന് എത്ര പൈപ്പ് ലെങ്ത് പൈപ്പ് എന്നൊരു പറയാം. ഈ സ്ക്വയർ പൈപ്പ്, അതായത് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ഒരു 5 മീറ്റർ വന്നിട്ടുണ്ടാവും. ഇതൊരു മീറ്റർ ഉണ്ട്, ഇതൊരു മീറ്റർ ഉണ്ട്, ഇത് 35 ഉണ്ട്, അങ്ങനെ ഇത് 40. എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 5 മീറ്റർ ആണ് സ്ക്വയർ പൈപ്പ്. അതായത് ലെങ്ത് വന്നിട്ടില്ല, ഒരു ലെങ്ത് ആണ് 6 മീറ്റർ ആണ്. അപ്പോൾ ഒരു 5 മീറ്റർ സ്ക്വയർ പൈപ്പ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ മാത്രമേ ഡിസൈൻ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മീറ്റർ ഈ പിന്നെ 1/4 എന്ന സൈസിലുള്ള ഈ സ്ക്വയർ പൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ വന്നിട്ടുള്ളൂ. വളരെ ചെലവ് ചുരുങ്ങുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വെൽഡർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു 1/2 ദിവസത്തെ പണിയില്ല. ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൻ്റെ കുഷ്യൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല, ഇവിടെ പ്ലൈവുഡിൽ കുഷ്യൻ അടിച്ചത് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരു നമ്മളിതിന് കുഷ്യൻ ഈ അടിയിൽ നിന്ന് നമ്മളിതിനെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. 4 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുഷ്യൻ വരുമ്പോൾ പിന്നെ പ്ലൈവുഡ് വരുമ്പോൾ അടിയിൽ നമ്മൾ എന്ത് ചെയ്യും, നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എന്ത് ചെയ്യും, സ്ക്രൂ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു വെൽഡിംഗ് ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾ വീട് പണിയിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഫർണിച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ടേബിൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സോഫ സെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫർണിച്ചറും ഞാൻ ഉണ്ടാക്കും. ഒരു പണിയില്ല നമുക്ക്. ഞാൻ എവിടെ സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോലിക്കാരനാണ്. കിട്ടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഇത് കട്ട് ചെയ്തേക്കും, ചില കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വെൽഡ് ചെയ്തേക്കും. അതുകൊണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാത്തത്. കാരണം ഇത് ഒരുമിച്ച് ഉണ്ടാക്കിയല്ല, പല സമയത്ത് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കിയതാണ്. കട്ട് ചെയ്യലും വെൽഡ് ചെയ്യലും ഒക്കെ പല സമയത്താണ്. നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ ജോലി ഒക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ 6 ചെയർ ഉണ്ടാക്കി നമുക്ക് എത്രയോ നമുക്കൊരു ഇങ്ങനത്തെ ഒരു സ്ക്വയർ പൈപ്പുള്ള ഒരു ചെയർ കടയിൽ ചോദിക്കുമ്പോൾ അതിന് 4000-5000 രൂപ വരെ ഞാൻ കണ്ടു. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള മാത്രമുള്ള ഫർണിച്ചറുള്ള ഷോപ്പുകൾ. അപ്പോൾ അവിടെയൊക്കെ വളരെ റേറ്റ് കൂടുതലാണ്. നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ ഒരു 1000 രൂപ താഴെ വരുള്ളൂ എല്ലാം അടക്കം. അത് വരില്ല, കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും വരില്ല. പൈപ്പിനൊക്കെ വളരെ റേറ്റ്, പിന്നെ ഒരു ലെങ്ത് പൈപ്പാണ് വളരെ അധികം, പിന്നെ 18 kg പൈപ്പൊക്കെ ആണെങ്കിൽ അധികം റേറ്റൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഫർണിച്ചർ നമുക്ക് കടയിൽ പോയി വാങ്ങുമ്പോൾ മരത്തിൻ്റെ ഫർണിച്ചർ നമുക്ക് വാങ്ങാൻ കിട്ടുക. കുറച്ച് കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവരാൻ കംപ്ലൈൻറ്റ് വരും, കേട് വരും ഒക്കെ വരും. പക്ഷേ ഇതിന് ജീവിതകാലം മുഴുവൻ ഒരു കംപ്ലൈൻറ്റ് വരില്ല. നമ്മൾ കൃത്യമായിട്ട് പെയിൻറ്റ് അടിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല. അത്രയും ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോ കിട്ടുന്നത് നിങ്ങളൊന്ന് പിന്നെ ട്രൈ ചെയ്ത് വെക്കാം. ഒന്ന് നിങ്ങളൊരു വെൽഡിങ് പഠിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാം, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഡിസൈനോ അതിൻ്റെ അളവുകളോ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന് പ്രശ്നങ്ങൾ പിൻട്രസ്റ്റോ അങ്ങനത്തെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇങ്ങനത്തെ ഫർണിച്ചറിൻ്റെ എല്ലാ തരം അളവുകളും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യാറില്ല അങ്ങനെ. നമ്മൾ കാർപ്പൻറ്റേഴ്സാണ്, നമുക്ക് ഇതിൻ്റെ ഏകദേശം അളവ് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അളവ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അറിയാത്തവർ അവിടെ പോയി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട് ചെയ്തിരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വീട് പണിയിൽ ചെറിയ ചുരുക്കട്ടെ.
അങ്ങനെ നമ്മുടെ വീട് പണി നമ്മൾ അധികം കടങ്ങളും ബാധ്യതകളില്ലാതെ പണി പൂർത്തിയാട്ടെ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഫർണിച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണല്ലോ. ഇതേപോലത്തെ കുറേ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ കാണാം.